എന്നാലും നമ്മുടെ സംശയം ഒന്ന് മാറാൻ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്താലോ? നോക്കാം. എന്റെ ഈശ്വര, എന്നാലും അത് എവിടെ പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. എടുത്തി ആ ലാപ്ടോപ്പ് ഇങ്ങ് എടുത്തിട്ട് വന്നേ, നമുക്ക് ചെക്ക് ചെയ്തിട്ട് തന്നെ കാര്യം. ആ ഹലോ, എങ്ങനെയുണ്ട് അമ്മയുടെ കൂടെയുള്ള ജീവിതം? രണ്ടുപേരും കരച്ചിലാണോ അതോ കരച്ചിലൊക്കെ നിർത്തി സന്തോഷിക്കാൻ തുടങ്ങിയോ? അമ്മയുടെ സ്നേഹത്തെക്കുറിച്ച് ഞാൻ എന്താ പറയാ വരുൺ? എങ്ങനെയൊക്കെയാണ് സ്നേഹിക്കാന്ന് പറയാൻ പറ്റില്ല, പാവം. അതെന്തായാലും നന്നായി. അതെ, ഇനി ശ്യാമമ്മടത്തിനൊന്ന് കാണാൻ പാ. ഇനി എന്തിനാ വരുൺ ശ്യാമ മാഡം വിളിക്കുന്ന? അമ്മയെന്ന് വിളിച്ചൂടെ? ഏയ്, അതൊന്നും ശരിയാവില്ല. അതെ, ശ്യാമ മേഡത്തിനോടുള്ള റെസ്പെക്ട് അതുപോലെ തന്നെ തുടരണം. തന്റെ അമ്മയാണെന്നുള്ള കാര്യമൊക്കെ സത്യ, പക്ഷേ ശ്യാമ മേഡം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ഒരു സെലിബ്രിറ്റിയാ. വാ, കേറ്. ഇത് കേട്ടോ അമ്മേ, ഇനിയിപ്പോ സ്വാതന്ത്ര്യത്തോടെ അമ്മയെന്ന് വിളിക്കാലോ എന്ന് ഞാൻ പറഞ്ഞപ്പോ ശ്യാമ മാഡത്തിനെ വിളിക്കുമെന്ന് വാശി. വരുണിന് എങ്ങനെയാണോ തോന്നുന്നത് അങ്ങനെ തന്നെ വിളിച്ചോട്ടെ മോളെ. വിളിക്കുന്ന വാക്കിലല്ലോ സ്നേഹം. നമ്മളെ രണ്ടുപേരും ഒന്നിച്ചു ചേർക്കാൻ വേണ്ടി വരുൺ എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയാവുന്ന കാര്യല്ലേ. അത് സ്നേഹത്തിന്റെ തെളിവല്ലേ. അല്ല, മേഡം എന്താ അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞത്? എനിക്ക് വളരെ പെട്ടെന്ന് തന്നെ ചില കാര്യങ്ങളൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. വരുണിരിക്ക. അല്ല, എന്താ കാര്യം മേഡം? എന്റെ പേരിലുള്ള മുഴുവൻ സ്വത്തുവകകളും നിങ്ങളുടെ രണ്ടുപേരുടെയും പേരിൽ രജിസ്റ്റർ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. മേഡം, അത്തരം കാര്യങ്ങളൊന്നും നമുക്കിപ്പോ ആലോചിക്കണ്ട. ഇപ്പോ അമ്മയും മോളും കൂടെ കൂടി ചേർന്നതിന്റെ സന്തോഷം, അത് രണ്ടുപേരും വേണ്ടത്ര അങ്ങ് ആഘോഷിക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നെ. വരുൺ, ഞാൻ പറഞ്ഞില്ലായിരുന്നോ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പേരിൽ വേണമെന്ന് പറഞ്ഞ് അർദ്ധരാത്രി ഒരു വക്കീലിനെ വിളിച്ചു വരുത്തി വിൽപത്രം തയ്യാറാക്കിയ കാര്യം? ശ്യാമ പറഞ്ഞ ആഗ്രഹങ്ങളൊക്കെ അതിലുണ്ട്. അത് പിന്നെ ജീവനൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഒരു തയ്യാറെടുപ്പായിരുന്നല്ലോ. അക്കാര്യം വീണ്ടും വീണ്ടും പറയണ്ട. എനിക്കത് കേൾക്കുമ്പോ ഇപ്പോഴൊരു ചങ്കെടുപ്പാ. പോട്ടെ മോളെ, അത് കഴിഞ്ഞില്ലേ. പിന്നെ വരുൺ, എന്റെ ആഗ്രഹങ്ങളൊരു കുന്നോളം ഉണ്ട്. എല്ലാം പതുക്കെ പതുക്കെ നടത്തണം. ആയിക്കോട്ടെ, മേഡത്തിന് മാത്രമല്ലോ രാധികയ്ക്കും കാണില്ല ആഗ്രഹങ്ങള്. അത് അയാളും പറയട്ടെ. എനിക്കങ്ങനെ പ്രത്യേകിച്ച് ആഗ്രഹങ്ങളൊന്നുമില്ല. എനിക്കിങ്ങനെ അമ്മയോട് ചേർന്ന് അമ്മയോടൊപ്പം നടന്നാ മതി. വരുൺ, നമുക്ക് എല്ലാവർക്കും കൂടി ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുക്കി തീർത്തിട്ട് ഒരു ട്രിപ്പ് പോണം. പറ്റുമെങ്കിൽ വിദേശത്തേക്ക്. എല്ലാം മറന്ന് കുറച്ച് ദിവസം. അതൊരു നല്ല ഐഡിയ ആണ് മാഡം. ഞങ്ങളും ഒരു ട്രിപ്പൊന്നും പോയിട്ടില്ല. അപ്പോ എല്ലാം കൂടി നമുക്ക് ഇതിനകത്ത് ചേർത്തേക്കാം. എന്താ? എടുത്തി, ആ വിൽപത്രം ഒന്ന് എടുത്തിട്ട് ഇവരൊന്ന് കാണിക്കട്ടെ. എന്തിനാ അമ്മേ വെറുതെ? ഒന്ന് കാണുന്നോണ്ട് എന്താ കുട്ടി, എടുത്തിച്ചല്ല. എന്റെ മരണശേഷവും അത് നടപ്പിലാവുകയെന്ന് കരുതി. പക്ഷെ എന്തോ ശ്യാമയുടെ ആയുസ് അങ്ങനെ തീരണ്ടാന്ന് ദൈവം കരുതിയിട്ടുണ്ടാവും. ശ്യാമേ, ശ്യാമേ ഒന്നിങ്ങോട്ട് വരുവോ? എന്താ എടുത്തി? ഇവിടെയാ ഞാൻ വിൽപത്രം വെച്ചിരുന്നത്. പക്ഷേ ഇപ്പൊ ഇത് കാണുന്നില്ലല്ലോ. എന്താ എടുത്തി? വേറെ എവിടെയെങ്കിലും വെച്ചിട്ടുണ്ടോ നോക്ക്. മോളെ, മോളും കൂടി നോക്കിയേ.
ബാക്കി എല്ലാ പേപ്പറുകളും ഇവിടെ ഇരിക്കുന്നുണ്ട്. പക്ഷെ വിൽപത്രം മാത്രമാ കാണാതെ ഇരിക്കുന്നേ. അത് മാത്രമായിട്ട് കാണാതാവെന്ന് പറഞ്ഞാല് അതത്ര നല്ല കാര്യമല്ലല്ലോ. പകൽ സമയത്ത് വീട് തുറന്നിടാറുണ്ടോ? ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഹാളിലിരിക്കുമ്പോൾ വാതിൽ തുറന്നിടാറുണ്ട്. അല്ലെങ്കിൽ മുഴുവൻ സമയം അടഞ്ഞു തന്നെ കിടക്കാറ്. അല്ല, ഈ വീട്ടിലൊരു കള്ളം കയറാനുള്ള സാധ്യത വളരെ കുറവാ. പ്രത്യേകിച്ച് വിൽപത്രം എന്ന് പറയുന്നത് ഒരാളുടെ മനസ്സിലെ തീരുമാനങ്ങൾ എഴുതി വെച്ചിരിക്കുന്നതല്ലേ. അല്ല, അതെടുത്തുകൊണ്ട് പോയിട്ട് ഒരു കള്ളനൊന്നും കിട്ടാനുമില്ല. എന്നാലും നമ്മുടെ സംശയം ഒന്ന് മാറാൻ CCTV ഫുട്ടേജ് ഒന്ന് ചെക്ക് ചെയ്താലോ? നോക്കാം. എന്റെ ഈശ്വര, എന്നാലും അത് എവിടെ പോയെന്നാ ഞാൻ ആലോചിക്കുന്നത്. എടുത്തി ആ ലാപ്ടോപ്പ് ഇങ്ങ് എടുത്തിട്ട് വന്നേ. നമുക്ക് ചെക്ക് ചെയ്തിട്ട് തന്നെ കാര്യം. ആ മാഡം, പാസ്വേഡ് 1 2 3 4. ഓക്കെ, വിഷ്വൽസ് കിട്ടി. 2 ദിവസം മുമ്പ് രാത്രി അന്നായിരിക്കും മാഡം വിൽപ്പത്രം തയ്യാറാക്കിയത്. അതെ. അപ്പോ നമുക്കത് ഒന്നുകൂടെ ട്രൈ ചെയ്യാം. ശ്യാമ, അമൃത മാഡം, ദേ ഇയാളുടെ കയ്യിൽ ഇരിക്കുന്നതാണോ വിൽപ്പത്രം എന്നൊന്ന് നോക്കി. അതെ, ഇത് തന്നെയാ. ദൃശ്യങ്ങളുടെ സമയം കണക്കിലെടുത്താൽ ഏകദേശം 10 മണിയോടെ 9:57 ഈ വീടിനകത്ത് കയറിയിട്ടുണ്ട്. അന്ന് ഞാൻ ശ്യാമയും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ വാതിൽ തുറന്നു കിടക്കുമായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട്,